26. With reference to Annual Status of Education Report, ACER report, consider the following statements. ACER. It provides estimates of children's schooling status and their ability to read simple text and do basic arithmetic. See, ACER report എല്ലാ വർഷവും വരുന്ന റിപ്പോർട്ടാണ്. ഇന്ത്യസ് ലാർജസ്റ്റ് NGO, പ്രഥം എന്നുള്ള NGO എല്ലാ വർഷവും പബ്ലിഷ് ചെയ്യുന്ന റിപ്പോർട്ടാണ്. അതായത് കുട്ടികളുടെ ബേസിക് അരിത്തമെറ്റിക് ആൻഡ് ലിറ്റററി സർവേ വിൽ ബി ടേക്കൺ. ബേസിക് അരിത്തമെറ്റിക് കാര്യങ്ങൾ, വായനാശീലം, അതേപോലെ എത്രമാത്രം വായിക്കാൻ പറ്റുന്നുണ്ട്, ഇംഗ്ലീഷ് സ്പീക്കിംഗ്, ബേസിക് മാത്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന മിഷനാണ് ACER റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പബ്ലിഷ്ഡ് ബൈ NGO പ്രഥം, PRATHIM, പ്രഥം. So first statement is correct. It provides estimates of children's schooling status and their ability to read simple text and do basic arithmetic. One is correct. രണ്ടാമത്തത്, it is an household survey limited to only rural areas. Yes, 2 is correct. A Pratham survey, ACER report of Pratham is limited to rural areas only. So 2 is correct. So answer is C. Answer is C, both 1 and 2. Answer is C, both 1 and 2. ഇതിൽ ഒരു പോയിന്റും കൂടെ ഓർക്കുക. ACER റിപ്പോർട്ടിനകത്ത് ഇറ്റ് ഈസ് പബ്ലിഷ്ഡ് ബൈ NGO പ്രഥം, അതും കൂടെ ഓർത്തിരിക്കുക. 27. The term maximum residue limit, often seen in the news, is used in the context of maximum residue limit. അഗ്രികൾച്ചർ സംബന്ധിച്ചുള്ള കാര്യമാണ്. ഫുഡ്, ആഹാര കാര്യങ്ങളിൽ, ആഹാര ക്രോപ്പുകളിൽ, ഫുഡ് ക്രോപ്സിൽ എത്ര പെസ്റ്റിസൈഡ്സ്, എത്ര ഇൻസെക്ടിസൈഡ്സ് യൂസ് ചെയ്യാം, ഇങ്ങനെയുള്ള ഗ്ലോബൽ ഗൈഡ് ലൈൻസ് ആണ് മാക്സിമം റെസിഡ്യൂ ലിമിറ്റ് എന്ന് പറയുന്നത്. സോ റിമെമ്പർ, മാക്സിമം റെസിഡ്യൂ ലിമിറ്റ് ഈസ് റിലേറ്റഡ് ടു ദ യൂസേജ് ഓഫ് പെസ്റ്റിസൈഡ്, the threshold of pesticide usage in food crops. Answer is D. It limits in the usage, in the context of limits in the usage of pesticides in food crops. Next, Garia festival is an important festival for the tribal community of which state? Garia. Garia festival is an important festival for the Tripuri tribal community of the state of Tripura. Mainly, it is popular among these two tribes, Tripuris and Riang tribe. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ബ്രൂ ട്രൈബ് അല്ലെങ്കിൽ റിയാങ് ട്രൈബ് എന്ന്. റിയാങ് ട്രൈബിൻ്റെ തന്നെ ഒരു ഫേമസ് ഫെസ്റ്റിവലാണ് Garia festival. So remember, Garia festival is an important festival of these two tribes, Tripuri tribe and Riang tribe. It is festival of Tripura. Answer is C. Answer is C, Tripura. 29. Consider the following statements with reference to National Infrastructure Pipeline. എന്താണ് നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ പൈപ്പ്ലൈൻ? കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞിരുന്ന ഒരു മേജർ കാര്യമാണ് 2025 ആകുമ്പോഴത്തേന് ടു മേക്ക് ഇന്ത്യ എ 5 ട്രില്യൺ എക്കണോമി. 5 ട്രില്യൺ എക്കണോമി ആയിട്ട് ഇന്ത്യയെ മാറ്റേണ്ടതായിട്ടുണ്ട്. 5 ട്രില്യൺ എക്കണോമി ഇന്ത്യയെ ആക്കണമെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇന്ത്യ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം? സോ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ, എനർജി, റെയിൽവേ, ഈ ഓരോ കാര്യങ്ങളിൽ ഇന്ത്യൻ ഗവൺമെൻറ് എത്ര ഇൻവെസ്റ്റ് ചെയ്യണം? അതിനുവേണ്ടി എ നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ പൈപ്പ് ലൈൻ ടാസ്ക് ഫോഴ്സ് വാസ് സെറ്റപ്പ്. നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ പൈപ്പ് ലൈൻ ടാസ്ക് ഫോഴ്സ് വാസ് സെറ്റപ്പ്. എന്തിനു വേണ്ടി? ഇൻഫ്രാസ്ട്രക്ചറിൽ എത്ര ഫണ്ട് ചെയ്യണം എന്നുള്ളത് അറിയാനായിട്ട്. അങ്ങനെ റിപ്പോർട്ട് വന്നു. സെക്രട്ടറി ഓഫ് ദ മിനിസ്ട്രി ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സെക്രട്ടറി ആയിരുന്നു ഇത് ഹെഡ് ചെയ്തത്. സെക്രട്ടറി ആ റിപ്പോർട്ടിൽ പറയുന്നത് 111 lakh crore must be invested in infrastructure in the coming 5 years. വരുന്ന 5 വർഷക്കാലം, 2020 മുതൽ 2025 വരെ, ഈ 5 വർഷക്കാലം ഇന്ത്യ ഹാസ് ടു ഇൻവെസ്റ്റ് 111 lakh crore in infrastructure. First point, it is a proposed natural gas pipeline that will extend across major cities of the country. Allah, first is completely wrong. No, it is not related to gas pipeline. Second, the funding of national infrastructure pipeline
will be jointly made by the central government, center, states and the private sector. Yes, 2 is correct. Answer is B, 2 only. Answer is B, 2 only. ഇതിൽ ഫണ്ടിങ് പെർസെൻറ്റേജ് നോക്കുക. ഇനിഷ്യലി ഈ നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ പൈപ്പ് ലൈൻ സെറ്റപ്പ് ചെയ്തപ്പം ആ ഫണ്ടിങ് പറഞ്ഞിരുന്നത് 39:39:22 എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഈ റെക്കമെൻഡേഷൻ വന്നു കഴിഞ്ഞപ്പം ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. സെൻട്രൽ ഗവൺമെൻറ് will be funding 39%, state government will be funding 40%, and the rest 21% will be taken from private companies. So 39% from the central government will be funding, 40% by the state government, and the remaining 21% by the private sector. So second statement is correct. Answer is B, 2 only. A is wrong, 1 is wrong, 2 is correct. 30. Consider the following statements regarding Pradhan Mantri Paridhan Rozgar Protsahan Yojana. Pradhan Mantri Paridhan Rozgar Protsahan Yojana. 1. It is a scheme where the government of India pays the full employer's contribution towards EPF and employees pension scheme for the new employees. അതായത് ഇന്ത്യയിലെ കമ്പനികൾ പുതിയ ആൾക്കാരെ ഹയർ ചെയ്യാനായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന ഒരു പ്രോഗ്രാമാണ് ദിസ് പെർട്ടിക്കുലർ യോജന. ഓക്കെ, പുതിയ കമ്പനികളെ പുതിയ ജോലികൾ കൊടുക്കാനായിട്ട് പ്രധാനമന്ത്രി പരിധൻ റോസ്ഗാർ പ്രോത്സാഹൻ യോജന. എങ്ങനെ ചെയ്യാൻ പറ്റും, എങ്ങനെ കമ്പനികളെ കൊണ്ട് ഹയർ ചെയ്യിപ്പിക്കാൻ പറ്റും, എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എംപ്ലോയേഴ്സിന് EPS-നകത്തും EPF-നകത്തിലും എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ടിനകത്തിലും എംപ്ലോയീസ് പെൻഷൻ സ്കീമിനകത്തിലും ഇത്ര തുക ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഗവൺമെൻറ് അങ്ങ് കൊടുക്കാമെന്ന് പറഞ്ഞു. സോ നിങ്ങൾക്കൊരു കമ്പനി ഉണ്ട്, നിങ്ങൾ പുതിയ ആൾക്കാരെ ഹയർ ചെയ്യുക. ഈ പുതിയ ആൾക്കാരെ ഹയർ ചെയ്യുമ്പോൾ നിങ്ങൾ ആ പുതിയ ആൾക്കാർ ഹയർ ചെയ്ത് വരുന്ന ആൾക്കാർക്ക് EPF-നകത്ത് എംപ്ലോയർ കുറച്ച് കാശ് കൊടുക്കണം, EPS-ലും കാശ് ഇടുന്നതായിട്ടുണ്ട്. അത് ഗവൺമെൻറ് അങ്ങ് കൊടുക്കാമെന്ന് പറയുന്നു. അതാണ് ഫസ്റ്റ് പോയിന്റ്. ദാറ്റ് ഈസ് കറക്റ്റ്. ദാറ്റ് ഈസ് ഫണ്ട് ഈസ് കറക്റ്റ്. സെക്കൻഡ്, all establishments registered with EPFO, Employees Provident Fund Organization, are eligible for availing benefit under the scheme. Yes, 2 is correct. All establishments registered under EPFO are eligible. Third point, it is implemented by the Ministry of Labour and Employment. 3 is also correct. Answer is D, 1, 2 and 3. 31. Niti Aayog has recently released its vision document for National Data and Analytics Platform. So remember, NDAP, National Data and Analytics Platform, is released by Niti Aayog. What is the objective of this platform? ഒരുപാട് ഗവൺമെൻറ് വെബ്സൈറ്റ്സ് ഉണ്ട്. പല ഗവൺമെൻറ് വെബ്സൈറ്റ്സിലെയും എല്ലാ ഗവൺമെൻറ് വെബ്സൈറ്റ്സിലെയും ഇമ്പോർട്ടൻറ്റ് ഡേറ്റ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരിക. സോ നിങ്ങൾക്ക് NDAP വെബ്സൈറ്റിൽ കയറാമെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലുള്ള എല്ലാ വെബ്സൈറ്റിൻ്റെയും ഡേറ്റ നിങ്ങൾക്ക് ആ ഒരു പ്ലാറ്റ്ഫോമിൽ കിട്ടും. ദാറ്റ് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് NDAP. ഇറ്റ് ഹോസ്റ്റ് latest data from government websites and democratize its access. So 2 പോയിന്റ് ഓർത്തിരിക്കുക NDAP പറ്റി. 1, it is released by Niti Aayog. 2, the objective of NDAP. The objective of NDAP. Next, with reference to Hindustan Urvarak and Rasayan Limited, HURL, consider the following statements. HURL. First point, it is a joint venture company promoted by Coal India, NTPC and Indian Oil Corporation. 1 is correct. ഈ 3 കമ്പനികളാണ് മേജർ ഷെയർ ഹോൾഡേഴ്സ്. ഏതാണ്ട് ഈ 3 കമ്പനികളോട് ചേർന്നിട്ട് ഏതാണ്ട് 85% പ്ലസ് ഷെയർ ഉണ്ട് ഈ പുതിയ കമ്പനിക്ക്. HURL, ഹിന്ദുസ്ഥാൻ ഉർവരക് ആൻഡ് റസായൻ ലിമിറ്റഡ്. സോ HURL, it is a joint venture company by Coal India, NTPC and IOC, Indian Oil Corporation Limited. Second point, it is currently responsible for improving the energy efficiency in thermal energy sector. 2 is wrong. എന്താണ് HURLന്റെ മെയിൻ ഒബ്ജക്റ്റീവ്? സിക്ക് യൂറിയ കമ്പനീസിനെ റിവൈവ് ചെയ്യുക. സോ യൂറിയ ഫെർട്ടിലൈസർ, യൂറിയ എക്സ്പോർട്ടിന് വേണ്ടി നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക. യൂറിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനീസ്
അത് NPS കാരണം അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി ഇഷ്യൂസ് കാരണം അതിന് സെല്ലിംഗ് നടക്കുന്നില്ല. സോ സിക്ക് യൂറിയ കമ്പനീസിനെ റിവൈവ് ചെയ്യുക. ദാറ്റ് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ഹിന്ദുസ്ഥാൻ ഉർവരക് ആൻഡ് റസായൻ ലിമിറ്റഡ്. ഈ 2 പോയിന്റ് ഓർത്തിരിക്കുക. ഓക്കെ, മേജർ ഷെയർ ഹോൾഡിംഗ് കമ്പനീസും 2 ദ ഒബ്ജക്റ്റീവ് ഓഫ് HURL. ആൻസർ ഈസ് A1 only. 33. Regarding the financial support to MSME in said certification scheme, consider the following statements. said certification scheme. ഇതാണ്, നിങ്ങൾക്കൊരു MSME ഉണ്ടെന്നിരിക്കട്ടെ, ആ MSME ഒരു മാനുഫാക്ചറിങ് MSME ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് MSMEയുടെ സർട്ടിഫിക്കേഷൻ, സെഡ് സർട്ടിഫിക്കേഷൻ, 0 ഡിഫക്റ്റ് സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വാങ്ങാം. നല്ല എഫിഷ്യൻസിയും 0 ഡിഫക്റ്റും സർട്ടിഫിക്കറ്റ് വാങ്ങാം. എന്താ ബെനിഫിറ്റ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ, നിങ്ങൾക്കൊരു MSME ഉണ്ട്, ഒരു മാനുഫാക്ചറിങ് MSME എന്നിരിക്കട്ടെ, ആ MSMEയിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിന് സെഡ് സർട്ടിഫൈഡ് ആണെങ്കിൽ മാർക്കറ്റിൽ കോമ്പറ്റീഷനിൽ നിങ്ങൾക്ക് മുന്നോട്ട് നിൽക്കാൻ പറ്റും. സോ ഇറ്റ് വിൽ ഇംപ്രൂവ് ദ കോമ്പറ്റിറ്റീവ്നെസ് ഓഫ് യുവർ പ്രൊഡക്ട്സ്. അതിനുവേണ്ടി സെഡ് സർട്ടിഫിക്കേഷൻ സ്കീം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് MSME, small, medium, micro, small, medium enterprises. First statement. It certifies MSME, one second. It certifies MSME based on the quality of manufacturing and energy efficiency. Yes, this is correct. The quality of manufacturing and energy efficiency prakaram ningude product certify. One is correct. Second, it applies only to manufacturing units. Yes, 2 is correct. It applies only to manufacturing. Third, said certification is a mandatory scheme by the government. Mandatory alla. Mandatory scheme by the government alla. It is a voluntary scheme. നിങ്ങളുടെ കമ്പനിക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. സോ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. വിച്ച് വിൽ പ്രൊവൈഡ് MSMEs എ റോഡ് മാപ്പ് ടു ഗ്ലോബൽ കോമ്പറ്റിറ്റീവ്നെസ്. ഇത്രയും ഭാഗം കറക്റ്റാണ്. ഇറ്റ് വിൽ പ്രൊവൈഡ്, ഇറ്റ് വിൽ ഇംപ്രൂവ് കോമ്പറ്റിറ്റീവ്നെസ് ഓഫ് യുവർ പ്രൊഡക്റ്റ്, ബട്ട് ദിസ് is wrong. It is voluntary. 3 is wrong. Answer is C, 1 and 2 only. Third statement is wrong. 34. Consider the following statements regarding a Prime Minister's Employment Generation Program, PMEGP program. A Prime Minister's Employment Generation ആണല്ലോ. എന്തായിരിക്കും പർപ്പസ്? എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കൂട്ടുക റൂറൽ ഏരിയയിലും അർബൻ ഏരിയയിലും. സോ 1 is correct. Second statement. It is implemented through KVIC. Yes, it is implemented through Khadi and Village Industries Commission. Both are correct. So, ഓർത്തിരിക്കുക, Prime Minister's Employment Generation Program objective to generate employment opportunities in rural as well as urban area. And the implementing agency of PMEGP is Khadi and Village Industries Commission, which is a statutory body. 35. Consider the following statements with reference to 30-meter telescope project. 30-meter telescope. കുറച്ച് മാസം മുന്നേ ന്യൂസിലുണ്ടായിരുന്നത് 30-meter telescope. നമുക്ക് UPSCക്ക് ഇമ്പോർട്ടൻ്റ് ആവാൻ കാര്യം, ഇത് ഇന്ത്യയും കൂടെ ഫണ്ട് ചെയ്യുന്ന പ്രൊജക്റ്റാണ്. ഇന്ത്യ വൺ ഓഫ് ദ പാർട്ട്ണറാണ് ഈ പ്രൊജക്റ്റിന്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമുക്ക് സ്പേസിലുള്ള ഇമേജസ് വളരെ ഷാർപ്പായിട്ട്, ഏതാണ്ട് 12 times more sharper than the Hubble Space Telescope. 12 times. സോ അത്രയും ഷാർപ്പായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ടെലസ്കോപ്പാണ് 30-meter telescope. ഇത് പ്ലേസ് ചെയ്തിട്ടുള്ളത്, പ്രൊജക്റ്റ് നടക്കുകയാണ് ഹവായി ഐലൻഡ്സ് ഓഫ് USA. ഹവായി ഐലൻഡ്സ് ഓഫ് USAയിലെ മൗനാക്കിയ എന്നുള്ള ഐലൻഡിലാണുള്ളത്. മൗനാക്കിയ എന്നുള്ള മൗണ്ടനിലാണുള്ളത് മൗനാക്കിയ. ഓക്കെ, സോ ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഇസ് എ ജോയിൻറ്റ് വെഞ്ചർ ഇൻവോൾവിംഗ് ഇന്ത്യ, കാനഡ, ചൈന, ജപ്പാൻ, USA. യെസ്, ഈ 5 രാജ്യങ്ങളുടെ പ്രൊജക്റ്റാണിത്. ഇന്ത്യ, കാനഡ, ചൈന, ജപ്പാൻ ആൻഡ് USA. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ് വിൽ പ്രൊവൈഡ് ഇമേജസ് വിത്ത് റെസൊല്യൂഷൻ ഓഫ് മോർ ദാൻ 10 times ഷാർപ്പർ ദാൻ ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ്. അതെ, ഹബിൾ സ്പേസ് ടെലിസ്കോപ്പിനെ കാട്ടിലും ഏതാണ്ട് 12 ഇരട്ടി ഷാർപ്പർ ഇമേജസ് നമുക്ക് ഈ ഗ്രൗണ്ട് ബേസ്ഡ് ടെലിസ്കോപ്പിൽ നിന്ന് സാധ്യമാണ്. വലിയ സർക്കംഫറൻസ് ഉള്ള, ഡയമീറ്റർ വളരെ കൂടുതലുള്ള ടെലിസ്കോപ്പാണ് 30-meter telescope. Third point, it is being constructed in Svalbard in Arctic region. No, 3 is wrong. It is constructed
in Mauna Kea in Hawaii Islands of USA. Mauna Kea തന്നെ പ്രൊട്ടസ്റ്റ് ഉണ്ട്. കാരണം ഈ മൗന കിയ, ഹവായി ഐലൻഡ്സ്, മൗന കിയ എന്നുള്ള ഈ സ്ഥലം അവിടുത്തെ ലോക്കൽ ആൾക്കാർ വളരെ സേക്രഡ് ആയിട്ട് കാണുന്ന സ്ഥലമാണ്. സോ ഇങ്ങനെ ഉള്ളൊരു സ്ഥലത്ത് ഒരു ടെലിസ്കോപ്പ് നിർമ്മിക്കാൻ അവിടുത്തെ ലോക്കൽ സപ്പോർട്ട് തീരെയില്ല. അപ്പോൾ ഇങ്ങനൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിനായിട്ടും ഒക്കെ അവിടെ വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്. ഇപ്പോഴും പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട് ആൾക്കാർ എഗൈൻസ്റ്റ് ദിസ് പ്രൊജക്ട്, 30 മീറ്റർ ടെലിസ്കോപ്പ് പ്രൊജക്ട്. സോ 3 is wrong. Answer is B, 1 and 2 only. Answer is B, 1 and 2 only. 36. Operation Sankalp, recently seen in news, is aimed to. Operation Sankalp. പേർഷ്യൻ ഗൾഫിലേക്ക് നമ്മുടെ വെസൽസ് പോകുമ്പം, നമ്മുടെ കാർഗോ ഷിപ്പ് ആവട്ടെ അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള മിലിറ്ററി ഷിപ്പുകളാവട്ടെ പോകുമ്പം പ്രൊട്ടക്ഷൻ കൊടുക്കുക. സോ മെയിൻലി കാർഗോ ഷിപ്പാണ്. ട്രേഡ് പേർഷ്യൻ ഗൾഫ്, സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് വഴി പേർഷ്യൻ ഗൾഫിലേക്ക് ട്രേഡ് കണ്ടിന്യൂ ആയിട്ട് പോകുമ്പോൾ അവിടെ ഈ പൈറേറ്റ്സിൻ്റെ ഇഷ്യൂസ് വളരെ കൂടുതലാണ്. അത് സോൾവ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്ത പ്രൊജക്റ്റാണ് ഓപ്പറേഷൻ സങ്കൽപ്. ആൻസർ ഈസ് ഡി. Ensure the safe passage of Indian vessels through the Strait of Hormuz to Persian Gulf. 37. The National Strategy for Financial Inclusion for India 2019 to 2024. This report is prepared by Reserve Bank of India, RBI. RBI report ആണ് National Strategy for Financial Inclusion for India 2019-2024. Next, 38. Consider question 10 times. Say it is more than 10 times 30 meter telescope. Resolution, it is provide images resolution more than 10 times sharper than Hubble Space Telescope. So 2 is correct. 38. Consider the following statements regarding the recently introduced external benchmark based lending by Reserve Bank of India. External benchmark based lending. RBI റിപ്പോ റേറ്റ് കുറയ്ക്കുന്നു. റിപ്പോ റേറ്റ് കുറച്ചുകൊണ്ടിരിക്കുന്നു കുറേ വർഷങ്ങളായിട്ട്. റിപ്പോ റേറ്റ് കുറയ്ക്കുമ്പം RBI എന്ത് എക്സ്പെക്ട് ചെയ്യുന്നത്, അത് ബാങ്കുകാർ നമുക്ക് തരുന്ന റേറ്റിലും കുറയണം എന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. സോ റിപ്പോ റേറ്റ് കുറയുമ്പം ഒബ്വിയസ്ലി ബാങ്കുകാർക്ക് കിട്ടുന്ന ലോൺ പലിശ കുറഞ്ഞു കിട്ടുമല്ലോ. ബാങ്കുകാർക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ കാശ് കിട്ടും. അത്രയും പലിശ RBIക്ക് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ RBI എക്സ്പെക്ട് ചെയ്യുന്നത് ഇത് ബാങ്കുകാർ റിഫ്ലക്ട് ചെയ്യണം. നമുക്ക് ബാങ്കുകാർ ലോൺ തരുമ്പോൾ RBI എത്ര റിപ്പോ കുറയ്ക്കുന്നോ അതിനനുസരിച്ച് ഇൻട്രസ്റ്റ് റേറ്റും കുറയ്ക്കണം. പക്ഷേ ഇവരിത് ചെയ്യുന്നില്ല. ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് RBI ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. എക്സ്റ്റേണൽ ബെഞ്ച് മാർക്ക് ബേസ്ഡ് ലെൻഡിങ് റേറ്റ്. ബാങ്കുകാർ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് ഒരു ഫോർമുല വെച്ചിട്ടാണ്. ആ ഫോർമുലയ്ക്കകത്ത് റിപ്പോ റേറ്റ് പോലുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. റിപ്പോ റേറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗുണം എന്താ? റിപ്പോ റേറ്റ് കുറയുവാണ് എങ്കിൽ എക്സ്റ്റേണൽ ബെഞ്ച് മാർക്ക് റേറ്റും കുറയും, ഇൻട്രസ്റ്റ് റേറ്റും കുറയും. സോ ബാങ്കുകാർ നമുക്ക് തരാൻ ഉള്ള ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് നമ്മൾ ലോൺ എടുക്കുമ്പോൾ നമ്മൾ എത്ര പലിശ കൊടുക്കണം എന്ന് ഓരോ ബാങ്കും അവരുടെ കമ്പ്യൂട്ടേഷൻ വെച്ച് തീരുമാനിക്കും. ആ കമ്പ്യൂട്ടേഷൻ ഫോർമുലയ്ക്കകത്ത് ഒരു എക്സ്റ്റേണൽ ബെഞ്ച് മാർക്ക് റേറ്റ് യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ റിപ്പോ റേറ്റ്, അല്ലെങ്കിൽ 3 months സെക്യൂരിറ്റി, 3 months ഗവൺമെൻറ് സെക്യൂരിറ്റി, ഇതുപോലുള്ള കാര്യങ്ങൾ അവർ ഇൻക്ലൂഡ് ചെയ്യണം. ചെയ്ത ഗുണം എന്ന് പറഞ്ഞാൽ RBI റിപ്പോ റേറ്റ് കുറയ്ക്കുമ്പം താനെ ബാങ്ക് നമുക്ക് തരുന്ന പലിശയും, നമുക്ക് പലിശ എത്രയാണോ, ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണോ, അതും താനെ കുറയും. ഇതാണ് എക്സ്റ്റേണൽ ബെഞ്ച് മാർക്ക് ബേസ്ഡ് ലെൻഡിങ് റേറ്റ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. It refers to linking of floating rate loans of financial institutions, അതായത് ബാങ്ക്, to an external benchmark rate like the policy repo rate of RBI. Yes, one is correct. 2. It is applicable only to the banks and not NBFCs. Yes, 2 is also correct. This external benchmark based lending is applicable only to the bank and not to non-banking financial companies. Answer is C, both 1 and 2. 39. Yada virus ഓസ്ട്രേലിയൻ മോസ്കിറ്റോസിൽ കണ്ടെത്തിയ വൈറസാണ് ഈ വർഷം. അത് ഹ്യൂമൻസിനെ അഫക്റ്റ് ചെയ്യാത്ത വൈറസാണ്. ഹ്യൂമൻസിന് ത്രെറ്റ് ഇല്ല. ഫസ്റ്റ്, it is a new virus detected in the bats. No, one is wrong.
It is a new virus detected in Australian mosquitoes. Second, Yada Yada virus does not pose a threat to human beings. 2 is correct. It does not pose a threat to human beings. Question incorrect. So answer is A, 1 only. 1 is the incorrect statement A. 40. Raisina dialogue. എന്താണ് റെയ്സീന ഡയലോഗ്? റെയ്സീന ഡയലോഗ് എല്ലാ വർഷവും ഇന്ത്യയിൽ എല്ലാ വർഷ തുടക്കവും ജാനുവരി മാസത്തിൽ കണ്ടക്ട് ചെയ്യുന്ന ഒരു ഡയലോഗ്, ഒരു മീറ്റിംഗ് ആണ്. അത് ഹോൾഡ് ചെയ്യുന്നത് ബൈ ദ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആൻഡ് എ തിങ്ക് ടാങ്ക് ORF, ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷൻ. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സും ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷനും കൂടെ ചേർന്ന് ഹോസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻ്റർനാഷണൽ മീറ്റിംഗ് ആണ് റെയ്സീന ഡയലോഗ്. എല്ലാ വർഷവും ഉണ്ട്. 2016 ആദ്യമായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 2016 ഒന്നാമത്തേതായിരുന്നു. പിന്നെ ഇങ്ങോട്ട് എല്ലാ വർഷവും ഓരോ നടന്നിട്ടുണ്ട്. സോ സെക്കൻഡ് 2017, 2018 തേർഡ്, 2019 4, 2015 ആയപ്പോഴത്തേന് 5ാമത്തെ സമ്മിറ്റ് നടന്നിട്ടുണ്ട്. ഇതിനകത്തിൽ ഗവൺമെൻറ് റെപ്രസെൻറ്റേറ്റീവ്സ്, മിനിസ്റ്റേഴ്സ്, ബാങ്കിൻ്റെ ഹെഡ്സ്, കമ്പനികളുടെ CEO, വലിയ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇവരൊക്കെ പങ്കെടുക്കും. ഇതാണ് റെയ്സീന ഡയലോഗ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, റെയ്സീന ഡയലോഗ് ഈസ് എ ബൈനിയൽ അല്ല, ആനുവൽ ആണ്. 2 വർഷം കൂടുമ്പോഴല്ല, എല്ലാ വർഷവും ഉണ്ട്. സോ ബൈനിയൽ അല്ല. ജിയോ പൊളിറ്റിക്കൽ ഇവൻ്റ്, ഓക്കെ. ഓർഗനൈസ്ഡ് ബൈ UN Secretariat and Nidhi Aayog. No, it is organized by Observer Research Foundation and Ministry of External Affairs. 1 is wrong. Second statement, objective is correct. The dialogue is structured as a multi-stakeholder, cross-sectoral discussion involving the heads of the state, cabinet ministers, local government officials, as well as major private sector executives. Yes, 2 is correct. Third, recently, the first edition of Raisina Dialogue was held in New Delhi. Recently അല്ല, 2016 ഫസ്റ്റ് എഡിഷൻ. റീസെൻ്റ്ലി നടന്നത് 4ാമത്തെ 5ാമത്തെ എഡിഷൻ ആണ്. Definitely not first edition. First edition was held in 2016. So 3 is wrong, 1 is wrong. Answer is A, 2 only. 41. Consider the following statements regarding Section 144 of CRPC. എപ്പോഴും ന്യൂസ് സെക്ഷൻ 144 of CRPC. എന്താ സെക്ഷനിൽ പറയുന്നത്? ഡിസ്ട്രിക്ട് കളക്ടറിന്, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്, അല്ലെങ്കിൽ സംസ്ഥാനത്തിലുള്ള ഏതെങ്കിലും ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് ഉത്തരവിറക്കാം. ജനങ്ങൾ കൂട്ടം കൂടാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് ഉത്തരവിറക്കാം. സോ ഫസ്റ്റ് പോയിന്റ് അതാണ് പറയുന്നത്. ഇറ്റ് ഗീവ്സ് പവർ ടു എനി എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഓൺ ബിഹാഫ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ്. പൊതുവേ നമ്മൾ ഡിസ്ട്രിക്ട് കളക്ടർ, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിരിക്കും ഉത്തരവിടുന്നത്. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഇല്ല എങ്കിൽ, ആ പോസ്റ്റ് ആ സമയത്ത് ഒഴിവാണെങ്കിൽ, എനി എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഓൺ ബിഹാഫ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ് ക്യാൻ ഇഷ്യൂ സച്ച് ആൻ ഓർഡർ അണ്ടർ സെക്ഷൻ 144 ഓഫ് CRPC. സോ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ എനി എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഓൺ ബിഹാഫ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ് ടു ഇഷ്യൂ an order to an individual or the general public in a particular particular place or area to abstain from certain act. Yes, 1 is correct. Second statement, a mere apprehension of danger is not a sufficient ground to curb citizens' right by invoking section 144 of CRPC. ഈ 2ാമത്തെ പോയിന്റ് കാരണമാണ് ന്യൂസ് വന്നേക്കുന്നത്. ദിസ് ഈസ് ആൻ ഓർഡർ ബൈ ദ ഓണറബിൾ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. സുപ്രീം കോടതിയാണ് പറഞ്ഞത് ഡേഞ്ചർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നും പറഞ്ഞ് ഒരു നിങ്ങൾ എവിടെയോ കേട്ടു, സിമ്പിളായിട്ട് കേട്ടു, അല്ലെങ്കിൽ ഒരു സബ്സ്റ്റാൻഷിയേറ്റഡ് എവിഡൻസ് ഇല്ല എന്ന രീതിയിലാണെങ്കിൽ പ്ലീസ് ഡു നോട്ട് കർബ് സിറ്റിസൺസ് റൈറ്റ്. സോ മിയർ ആപ്രിഹെൻഷൻ ഓഫ് ഡേഞ്ചർ ഈസ് നോട്ട് എ സഫിഷ്യൻറ്റ് ഗ്രൗണ്ട് ടു കർബ് സിറ്റിസൺസ് റൈറ്റ് by invoking section 144 of CRPC. It is an order by the Supreme Court. So answer is C, both 1 and 2. Consider the following statements regarding Convention for the Protection of Cultural Property in the event of armed conflict. Convention for the Protection of Cultural Property in the event of armed conflict. അതായത് യുദ്ധസമയത്താവട്ടെ അല്ലെങ്കിൽ സ്മോൾ ബാറ്റിൽസ് ആവട്ടെ,
രാജ്യങ്ങൾ കൾച്ചറൽ പ്രോപ്പർട്ടിയിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ പാടില്ല. സോ സപ്പോസ് ഇന്ത്യയും പാകിസ്ഥാനും അല്ലെങ്കിൽ ഇന്ത്യയും ചൈനയും ഒരു യുദ്ധം ഉണ്ടെങ്കിൽ ഇന്ത്യയും ചൈനയും ഈ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. സോ രണ്ട് രാജ്യങ്ങളും കൾച്ചറൽ ഹെറിറ്റേജ് പ്രോപ്പർട്ടീസിൽ ടാർഗറ്റ് ചെയ്യാൻ പാടില്ല. ആ കൾച്ചറൽ പ്രോപ്പർട്ടീസ് മൂവബിൾ പ്രോപ്പർട്ടീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് ആയിരിക്കാം, മോണുമെൻറ്റ്സ്, ആർക്കിടെക്ചർ, റിലീജിയസ് പ്രോപ്പർട്ടീസ് ആയിരിക്കാം, സെക്കുലർ ആയിരിക്കാം. എനിവേ കൾച്ചറൽ ഇമ്പോർട്ടൻസ് ഉണ്ട് എങ്കിൽ, ഇപ്പം താജ്മഹൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു നാഷണൽ പാർക്ക്, ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ, ഹെറിറ്റേജ് ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം, ചൈനയിലാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ അറ്റാക്ക് ചെയ്യാൻ പാടില്ല. സോ 1 ഈസ് കറക്റ്റ്. സെക്കൻഡ്, ഇന്ത്യ ഈസ് നോട്ട് എ സിഗ്നറ്ററി ടു ദ കൺവെൻഷൻ. അല്ല, തെറ്റാണ്. ഇന്ത്യ ഈസ് എ സിഗ്നറ്ററി ടു ദ കൺവെൻഷൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് കൾച്ചറൽ പ്രോപ്പർട്ടി ഇൻ ദ ഇവൻറ്റ് ഓഫ് ആംഡ് കോൺഫ്ലിക്റ്റ്. സോ ആൻസർ ഈസ് A1 only. 42A. 43. The Cabinet Committee on Economic Affairs has approved viability gap funding for the proposed Northeast Natural Gas Pipeline Grid. Northeast Natural Gas Pipeline Grid. Okay. Consider the following statements regarding the same pipeline. First point. This is the first time that a gas pipeline project in the country will be funded by the government. ഫസ്റ്റ് ടൈം അല്ല, ആദ്യമായിട്ട് ഗവൺമെൻറ് ഒരു ഗ്യാസ് പൈപ്പ് ലൈൻ പ്രൊജക്റ്റ് ഫണ്ട് ചെയ്യുന്നത് ഈ നോർത്ത് ഈസ്റ്റ് പൈപ്പ് ലൈൻ അല്ല. അത് ദ നെയിം ഓഫ് ദ പ്രൊജക്റ്റ് ഈസ് ബൊക്കാറോ ദാംറ ഹാൽദിയ ഒരു പൈപ്പ് ലൈൻ ഉണ്ട്. ഐ വിൽ ഷോ യു ദ നെയിം. 43. ജഗദീഷ്പൂർ ഹാൽദിയ ബൊക്കാറോ ദാംറ ഗ്യാസ് പൈപ്പ് ലൈൻ പ്രൊജക്റ്റ്. സോ ഇന്ത്യയുടെ യു പിയിൽ, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, ജാർഖണ്ഡ്, ഈ സ്റ്റേറ്റ്സ് എല്ലാം കണക്ട് ചെയ്യുന്ന ഒരു ഗ്യാസ് പൈപ്പ് ലൈൻ പ്രൊജക്റ്റാണ് ജഗദീഷ്പൂർ ഹാൽദിയ ബൊക്കാറോ ദാംറ ഗ്യാസ് പൈപ്പ് ലൈൻ പ്രൊജക്റ്റ്. ഈ ഗ്യാസ് പൈപ്പ് ലൈൻ പ്രൊജക്റ്റാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആദ്യമായിട്ട് ഫണ്ട് ചെയ്യുന്ന ഗ്യാസ് പൈപ്പ് ലൈൻ പ്രൊജക്റ്റ്. രണ്ടാമത്തതാണ് ഇത്, ഈ നോർത്ത് ഈസ്റ്റ് നാച്ചുറൽ ഗ്യാസ് പൈപ്പ് ലൈൻ ഗ്രിഡ്. ഇത് ഈ വർഷമാണ് അപ്രൂവ് ചെയ്തിട്ടുള്ളത്. സോ ദിസ് ഈസ് നോട്ട് ദ ഫസ്റ്റ് ടൈം. ദ ഫസ്റ്റ് ടൈം ഫണ്ടിങ് വാസ് ദിസ് പെർട്ടിക്കുലർ പൈപ്പ് ലൈൻ പ്രൊജക്ട്. സോ 1 ഈസ് റോങ്. സെക്കൻഡ്, ദ നോർത്ത് ഈസ്റ്റ് പൈപ്പ് ലൈൻ ഗ്രിഡ് ഈസ് ടു ബി ഇംപ്ലിമെൻറ്റഡ് ബൈ Bharat Petroleum Corporation Limited. No, 2 is wrong. It is implemented by Indradhanush Gas Grid Limited. Indradhanush. So remember, it is implemented by Indradhanush Gas Grid Limited. നിങ്ങൾ ഒരു പോയിന്റ് ഓർത്തിരിക്കേണ്ടത്, ഈ നമ്മൾ ന്യൂസിൽ വന്നിട്ടുള്ള നോർത്ത് ഈസ്റ്റ് നാച്ചുറൽ ഗ്യാസ് പൈപ്പ് ലൈൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ്? സ്റ്റഡി ദ ഒബ്ജക്റ്റീവ്. It will enable the supply of piped cooking gas to household and compressed natural gas to automobile beside fuel to industry. So ഈ പൈപ്പ് ലൈനിൽ കൂടെ കുക്കിംഗ് ഗ്യാസ് വീട്ടിലെത്തിക്കും, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ഓട്ടോമൊബൈൽ സെക്ടറിലെത്തിക്കും, ഫ്യൂവല് ഇൻഡസ്ട്രിയിലും എത്തിക്കും. തേർഡ് പോയിന്റ്, ദ ക്വാണ്ടം ഓഫ് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് ഇറ്റ് would be capped at 60% of the estimated project cost and would not be linked with upward capital cost variation. So a one-time 60% funding will be given. So VGF ഈ പ്രൊജക്റ്റിന് വേണ്ടി 60% funding will be given by the central government. കോസ്റ്റ് കൂടുന്നതിനനുസരിച്ച് ഒരു ഫിക്സ് ചെയ്തിട്ടുണ്ട് 60% എത്രയാണെന്നുള്ളത്. ഇനിഷ്യൽ ടാർഗറ്റ്, ഇനിഷ്യൽ ടോട്ടൽ ഫണ്ടിങ് പറയുന്നുണ്ട് 9265 ആണ് ടോട്ടൽ ഫണ്ട് ആവുന്നത്. ഇതിൻ്റെ 60% ഏതാണ്ട് 5500 crore ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യും. സോ 3 ഈസ് കറക്റ്റ്. സോ 1 ഈസ് റോങ്, 2 ഈസ് റോങ്. ആൻസർ ഈസ് A3 only. Answer is A3 only. Remember this much point. 44. The term juice jacking recently seen on the news is related to. ജ്യൂസ് ജാക്കിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണ് നിങ്ങൾ ചാർജ് ചെയ്യാനായിട്ട് റെയിൽവേ സ്റ്റേഷനിലെ ചാർജിങ് പോർട്ടിൽ അവിടെ ഒരു USB കണക്ഷൻ ഇങ്ങനെ ഉണ്ടാവും, ഒരു USB-C ഉണ്ടാവും. നിങ്ങൾ മൊബൈൽ ഫോൺ കണക്ട് ചെയ്യും, അല്ലെങ്കിൽ എയർപോർട്ടിലാണെങ്കിൽ അങ്ങനെ, ബസ് സ്റ്റേഷൻസിലാണെങ്കിൽ അങ്ങനെ. ഇപ്പോൾ കണ്ടെത്തിയതാണ്, ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഡാറ്റ ഹാക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. സോ
റെയിൽവേ സ്റ്റേഷനിലാവട്ടെ പബ്ലിക് പ്ലേസസിൽ നിങ്ങൾ ചാർജ് ചെയ്യാൻ നേരത്ത് USB കണക്ഷൻ വെച്ച് ചാർജ് ചെയ്യുവാണെങ്കിൽ ഈസിലി നിങ്ങളുടെ ഡേറ്റ എടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് ജ്യൂസ് ജാക്കിംഗ്. സോ ഇറ്റ് ഈസ് എ സൈബർ അറ്റാക്ക് which originates from USB charging port installed at public places. So CERT in റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ പബ്ലിക് പ്ലേസിൽ USB ചാർജിങ് പോർട്ട് വെച്ചിട്ട് നിങ്ങളുടെ മൊബൈൽ ചാർജ് ചെയ്യാൻ പാടില്ല. 45. ഉന്നതി പ്രോഗ്രാം. വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ഉന്നതി പ്രോഗ്രാം? നാനോ ടെക്നോളജി ബേസ്ഡ് ഇന്നോവേഷൻ. That is the primary objective. Nanotechnology based innovation. What is the full form of Unnati? A Unispace Nano Satellite Assembly and Training Program. Unnati. Unispace Nano Satellite Assembly and Training Program, which is developed by ISRO. എന്താണ് purpose? Nanotechnology യൂസ് ചെയ്യണം എവിടെ? For satellite development. So satellite development, nano satellites develop ചെയ്യുക. പ്രൈവറ്റ് പ്ലേയേഴ്സിനെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വി ഹാവ് ടു ക്രിയേറ്റ് നാനോ സാറ്റലൈറ്റ് അസംബ്ലി ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാം. ദാറ്റ് ഈസ് ഉന്നതി പ്രോഗ്രാം. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഉന്നതി പ്രോഗ്രാം ഈസ് റിലേറ്റഡ് ടു നാനോ ടെക്നോളജി ബേസ്ഡ് ഇന്നോവേഷൻ പ്രോഗ്രാം ലോഞ്ച്ഡ് ബൈ CSIR. No, anyway it is launched by ISRO. Second point, capacity building program on nano satellite development. Yes, B is correct. Answer is 45. Unnati program is related to developing a nano satellite by ISRO. Program developed by ISRO. 46. Consider the following statements about LIGO observatory, LIGO project. Laser interferometer, gravitational wave observatory. LIGO observatory, I will show you. This is a LIGO observatory. This L-shaped observatory. പൊതുവേ നമ്മൾ ഇത് US-ലാണുള്ളത്. ലിഗോ ഒബ്സർവേറ്ററി US-ലാണ്. US-ൽ തന്നെ 2 സ്ഥലങ്ങളിലുണ്ട്. നമ്മൾ പൊതുവേ ഒബ്സർവേറ്ററി എന്നൊക്കെ പറയുമ്പം ഒരു റൗണ്ട് ഷേപ്ഡ് അല്ലെങ്കിൽ ഒരു പരാബോള ഷേപ്ഡ് ഒബ്സർവേറ്ററി ആയിരിക്കും മനസ്സിലുണ്ടാവുന്നത്. ഇതങ്ങനല്ല. ഇത് L-shaped ഒബ്സർവേറ്ററി ആണ്. L-shaped ഒബ്സർവേറ്ററി ലിഗോ. വാട്ട് ഈസ് ഒബ്ജക്റ്റീവ് ഓഫ് ലിഗോ ഒബ്സർവേറ്ററി? ദ ഒബ്ജക്റ്റീവ് ഈസ് ടു ഡിറ്റക്ട് ലോ ഫ്രീക്വൻസി gravitational wave. So remember the objective of LIGO. The objective is to detect a low frequency gravitational wave. Question noga. A LIGO exploits the physical properties of light and of space itself to detect and understand the origin of gravitational waves. Yes, that is the objective. To understand the origin of gravitational waves, LIGO is being used. എന്താണ് gravitational waves എന്ന് ചോദിച്ചാൽ, ലാർജ് ബ്ലാക്ക് ഹോൾസ് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ലാർജ് ബ്ലാക്ക് ഹോൾസ് അടുത്ത് വരുവാണെങ്കിൽ പല ഫാക്ടേഴ്സ് കാരണം ഇറ്റ് റിവോൾവ് അറൗണ്ട് ഈച്ച് അതർ. ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ബ്ലാക്ക് ഹോൾസ് തമ്മിൽ മേർജ് ചെയ്യും. ബ്ലാക്ക് ഹോൾസ് കൊളൈഡ് ചെയ്ത് മേർജ് ചെയ്യുമ്പം സ്പേസിൽ സ്പേസ് റിപ്പിൾസ് ഫോം ചെയ്യും. ചെറിയ രീതിയിലുള്ള റിപ്പിൾസ് ഫോം ചെയ്യും, വിച്ച് ഈസ് എക്സ്ട്രീംലി ലോ ഫ്രീക്വൻസി. ഇത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഇറ്റ് ഈസ് എക്സ്ട്രീംലി ടഫ്. കാരണം നമ്മൾ എർത്തിൽ നിന്ന് ഒബ്സർവ് ചെയ്യുമ്പം നമ്മുടെ എർത്തിലേക്ക് പലതരത്തിലുള്ള സിഗ്നൽസ് വരുന്നുണ്ട്. ലോ ഫ്രീക്വൻസി, എക്സ്ട്രീംലി ലോ, ഹൈ ഫ്രീക്വൻസി ഒക്കെ വരുന്നുണ്ട്. ഇതിൽ നോയ്സ് ഏതാണ്, ഗ്രാവിറ്റേഷണൽ വേവ് ഏതാണ് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് ഇറ്റ് ഈസ് വെരി ടഫ്, ഭയങ്കര ടഫാണ്. അതിനുവേണ്ടി ഈ ലോ ഫ്രീക്വൻസി ഗ്രാവിറ്റേഷണൽ വേവ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് LIGO ഒബ്സർവേറ്ററി വാസ് ലോഞ്ച്ഡ്. സോ ഗ്രാവിറ്റേഷണൽ വേവ് എങ്ങനെ ഫോം ചെയ്യുന്നത് വെച്ചാൽ, സ്പേസ് ടൈമിൽ ലാർജ് ബ്ലാക്ക് ഹോൾസ് തമ്മിൽ മേർജ് ചെയ്യുമ്പം, കൊളൈഡ് ചെയ്ത് മേർജ് ചെയ്യുമ്പം സ്പേസിൽ റിപ്പിൾസ് വിൽ ബി ഫോംഡ്. അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് LIGO ഒബ്സർവേറ്ററി ഹാസ് ബീൻ ലോഞ്ച്ഡ്. സോ ഫസ്റ്റ് ഈസ് കറക്റ്റ്. സെക്കൻഡ് പോയിന്റ്, ലൈക്ക് ഒപ്റ്റിക്കൽ ഓർ റേഡിയോ ടെലിസ്കോപ്സ്, LIGO does measure electromagnetic radiation. Remember, gravitational wave is not a part of electromagnetic radiation. LIGO observatory does not measure electromagnetic radiation. LIGO observatory only objective is to identify gravitational waves, and gravitational waves are not a part of electromagnetic radiation. അതുകൊണ്ട് തന്നെ LIGO observatory does not measure electromagnetic radiation. So 2 is wrong. Third statement, since LIGO does not need to collect light from the stars,
It does not need to be round or dish-shaped like optical telescope mirror or a radio telescope dish. Yes, 3 is correct. A stars in the light observe ചെയ്യാനോ പഠിക്കാനോ ഉള്ള അല്ല ഒബ്ജക്റ്റീവ്. അതുകൊണ്ട് തന്നെ റൗണ്ടോ സ്പെറിക്കലോ ഒന്നും ആവേണ്ട ആവശ്യമില്ല. 3 is correct. So 2 is wrong, 1 and 3 are correct. 46 answer is A, 1 and 3 only. 46 A, 1 and 3 only. 47. Modern Slavery Innovation Fund. Recently seen in the news is the initiative of which country? Modern Slavery Innovation Fund, initiative of Britain. Answer is D, Britain. Modern slavery എന്ന് പറയുന്നത് ഈ ഫോഴ്സ്ഡ് ലേബർ ഉണ്ടല്ലോ, ഫോഴ്സ്ഡ് ലേബർ പല അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലും ഇത് ഇപ്പോഴും വളരെ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള ബ്രിട്ടൻ്റെ പ്രോഗ്രാമാണ് മോഡേൺ സ്ലേവറി ഇന്നൊവേഷൻ ഫണ്ട്. 48. Consider the following statements regarding Arctic Council. What is Arctic Council? ഈ ആർട്ടിക് റീജിയനിലെ കൺട്രീസിൻ്റെ ഒരു ഗ്രൂപ്പാണ് ആർട്ടിക് കൗൺസിൽ. USA ഉണ്ട്, കാനഡ, സ്വീഡൻ, നോർവേ, ഫിൻലൻഡ്, റഷ്യ, ഈ രാജ്യങ്ങളുടെ ഒക്കെ ഗ്രൂപ്പിംഗ് ആണ് ആർട്ടിക് കൗൺസിൽ. ഇറ്റ് ഈസ് ആൻ ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. സോ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഓഫ് ആർട്ടിക് റീജിയൻ ഇതാണ് മെയിൻ ഒബ്ജക്റ്റീവ്. അതുപോലെ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഓഫ് ആർട്ടിക്, ദാറ്റ് ഈസ് ദ ഒബ്ജക്റ്റീവ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, it is the leading, Arctic Council is the leading non-governmental organization promoting cooperation, alla, NGO alla, it is an intergovernmental organization, intergovernmental, consisting of Norway, Sweden, USA, Greenland, Canada, etc., Russia, etc. ബാക്കി ഇത് ഒബ്ജക്റ്റീവ് കറക്റ്റ് ആണ്. പ്രൊമോട്ടിംഗ് കോഓപ്പറേഷൻ, കോർഡിനേഷൻ, interaction among Arctic states, objective is correct. Sustainable development and environmental protection of the Arctic. ഇത്രയും കറക്റ്റാണ്. സോ 1 is wrong. നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. Decisions of the Arctic Council are taken by consensus among Arctic Council states. Yes, 2 is correct. Decision is taken by Arctic Council states. 2 is correct. Third statement. Ottawa Declaration lists the members of Arctic Council. 3 is correct. Arctic Council members declaration by mentioned under Ottawa Declaration list the members of Arctic Council. So 1 is wrong. 2 and 3 are correct. Answer is C, 2 and 3 only. 48 C, 2 and 3 only. 49. Lai Haroba. Lai Haroba ritualistic festival recently in the news is celebrated by the Meitei community of Manipur. Remember this. Lai Haroba, Meitei community of Manipur. 50. Consider the following statements about repurpose used cooking oil program, RUCO program. എന്തായിരിക്കും പർപ്പസ്? യൂസ്ഡ് കുക്കിംഗ് ഓയിൽ ബയോഡീസൽ ഉണ്ടാക്കാൻ വേണ്ടി എനർജി എഫിഷ്യൻസിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുക. ഫസ്റ്റ് പോയിന്റ് കറക്റ്റ് ആണ്. ഇറ്റ് ഈസ് ഇനിഷ്യേറ്റീവ് ദാറ്റ് വിൽ ഇനേബിൾ കളക്ഷൻ ആൻഡ് കൺവേർഷൻ ഓഫ് യൂസ്ഡ് കുക്കിംഗ് ഓയിൽ ടു ബയോഡീസൽ. യെസ്, 1 is correct. Second, it was launched by CSIR. No, it was launched by FSSAI, a Food Safety Standard Authority of India. So first is correct. Repurpose used cooking oil. Objective of page in the. Remember, it is a program of a Food Safety Standard Authority of India, FSSAI. So answer 50 answer is A, 1 only. Answer is A, 1 only. Okay. So നിങ്ങളുടെ മാർക്ക് നോക്കുക. മാർക്ക് ഇൻ കേസ് കുറവാണെങ്കിൽ വിഷമിക്കുകയൊന്നുമില്ല കേട്ടോ, വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കണ്ടിന്യൂലി പഠിക്കുക, മിസ്റ്റേക്സിൽ നിന്ന് പഠിക്കുക. ഇത് ഞാൻ ഈ ആൻസർ കീ ഇന്നോ നാളെയോ ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിലിടാം, അതിൽ നിന്ന് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി, ശുഭനിദ്ര. ബൈ ബൈ, ഗുഡ് നൈറ്റ്. Good night. Good night, sir. Good night. Good night.